ഈശോയിൽ പ്രിയരെ, വിശ്വാസത്തിന്റെ ശക്തമായ പ്രഘോഷണവുമായി മറ്റൊരു ദുഃഖാന തിരുനാൾ കൂടി സമാഗതമായിരിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പരസ്യമായി തൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ് ഭാരതത്തിൽ സുവിശേഷ ദീപത്തിന് തിരികൊളുത്തി ജനഹൃദയങ്ങളിൽ അനുഭവിച്ചറിഞ്ഞ് ആഴത്തിലുള്ള വിശ്വാസത്തിന്റെ ഉത്തമ മാതൃകയായി തീർന്ന വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ മരണത്തിരുന്നാൾ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവിൻ എന്ന യേശുനാഥന്റെ വാക്കുകൾ സർവാത്മന സ്വീകരിച്ചുകൊണ്ട് അലകടലുകൾക്കക്കരെ നിന്ന് ദൂരം താണ്ടി വന്ന വിശുദ്ധ തോമാസ് ശ്ലീഹ നമുക്ക് പകർന്നു നൽകിയ ക്രിസ്തു വിശ്വാസ പ്രഘോഷണത്തിന്റെ അനുസ്മരണം ഓർക്കുന്ന സുദിനമാണ് ദുഃഖ്രാന. അവിശ്വാസിയാകാതെ വിശ്വാസിയാകൂ എന്ന വലിയ സന്ദേശമാണ് ഈ തിരുനാൾ നമ്മോട് പറയുന്നത്. വിശ്വാസ പ്രമാണങ്ങളും പ്രത്യയ ശാസ്ത്രങ്ങളും തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ദുഃഖ്രാന തിരുനാളിന് നാം കരുതിയതിനേക്കാളേറെ പ്രസക്തിയുണ്ട്. മറ്റു ശിഷ്യന്മാർ ഞങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞ യേശുവിനെ പ്രഘോഷിച്ചപ്പോൾ തോമാസ് ശ്ലീഹ താൻ തൊട്ടറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ യേശുവിനെയായിരുന്നു പ്രഘോഷിച്ചത്. ഒരുപക്ഷെ ഈ വിശുദ്ധൻ തൊട്ട് മാത്രം വിശ്വസിച്ചത് ഇതുകൊണ്ടായിരിക്കാം. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ഉയർത്തുവെന്ന ബോധ്യമില്ലാഞ്ഞിട്ടല്ല ആ പ്രിയ ശിഷ്യൻ മറ്റുള്ളവരുടെ വാക്കുകൾ തിരസ്കരിച്ചത്. മറിച്ച് അവിടുത്തെ കാണാനും സ്പർശിക്കാനുമുള്ള ആഗ്രഹം കൊണ്ടാണ്. ഈ ആഗ്രഹമാണ് നമുക്കുള്ളിലും ഉണ്ടാകേണ്ടത്. മൈലാപ്പൂരിൽ വെച്ച് മരണം വരിക്കുമ്പോൾ പോലും മരണത്തിന് പോലും തോൽപ്പിക്കാനാവാത്ത ക്രിസ്തു സ്നേഹത്തിന്റെ തിടമ്പാണ് ഭാരതത്തിലെ അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ശ്ലീഹ നമുക്ക് പകർന്നു നൽകിയത്. തോമാസ് ശ്ലീഹായുടെ ഭാരത സന്ദർശനം കൊണ്ട് വിശ്വാസത്തിലേക്ക് വിളിക്കപ്പെട്ട നാമും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടതും വിശ്വാസ സംരക്ഷണത്തിനായി പ്രവർത്തിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. ഭാരതനാട്ടിൽ യേശുവിന് സാക്ഷ്യം വഹിച്ച തോമാസ് ശ്ലീഹായെ പോലെ നമുക്കും അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കാം. തോമാസ് ശ്ലീഹ ഏറ്റു പറഞ്ഞതുപോലെ നമുക്കും പറയാം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഏവർക്കും, വിശിഷ്യ തോമസ് നാമധാരികൾക്കും ദുഃഖ്രാന തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.